യുദ്ധം തകർത്ത യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ലിറ എന്ന പെൺസിംഹത്തിന് കെന്റിലെ ദ ബിഗ് കാറ്റ് സാങ്ച്വറിയിൽ വെച്ച് അടിയന്തര ദന്തശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഗുരുതരമായി അണുബാധയേറ്റ ഒരു പല്ല് നീക്കം ചെയ്യുന്നതിനാണ് 3 വയസ്സ് പ്രായമുള്ള ലിറയെ കഴിഞ്ഞ ഒക്ടോബർ 10 ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. യുദ്ധഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടിയ ലിറയ്ക്ക് ഈ ശസ്ത്രക്രിയ പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ്. യുക്രൈനിൽ യുദ്ധം രൂക്ഷമായ മേഖലയിലുള്ള ഒരു ബ്രീഡിംഗ് ഫെസിലിറ്റിയിൽ നിന്നാണ് ലിറയെയും സഹോദരി അമാനിയെയും രക്ഷപ്പെടുത്തിയത്. സിനിമാ ചിത്രീകരണ ആവശ്യങ്ങൾക്കും കപ്പ് പെറ്റിങ്ങിനുമൊക്കെ വേണ്ടി ഇവരെ നിയമവിരുദ്ധമായി വളർത്തുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. യുദ്ധം കാരണം ഉടമസ്ഥർക്ക് കച്ചവടം നിർത്തേണ്ടി വന്നപ്പോൾ വൈൽഡ് ആനിമൽ റെസ്ക്യൂ എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് ഈ സിംഹങ്ങളെ രക്ഷപ്പെടുത്തിയത്. ലിറയും അമാനിയും ഉൾപ്പെടെ 5 സിംഹങ്ങളെ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായുള്ള ബിഗ് കാറ്റ്സ് ഇൻ ക്രൈസിസ് എന്ന ക്യാമ്പയിൻ ബിഗ് കാറ്റ് സാങ്ച്വറിയുടെ മാനേജിംഗ് ഡയറക്ടറായ ക്യാം വിറ്റ്നാലാണ് മുൻകൈയെടുത്ത് നടത്തിയത്. 5 ലക്ഷം പൗണ്ട്, അതായത് ഏതാണ്ട് $6 ലക്ഷം ധനസഹായം ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സാങ്ച്വറിയിലെത്തി അധികം വൈകാതെ തന്നെ ലിറയുടെ താടിയെല്ലിലെ ചെറിയ മുഴ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പല്ലിനടിയിൽ ആഴത്തിലുള്ള പഴുപ്പ് കാരണം വലത് കീഴ്ത്താടിയിലെ കോമ്പല്ലിന് ഗുരുതരമായ അണുബാധയുണ്ടെന്ന് കണ്ടെത്തിയത്. ലിറയെ അവളുടെ ആവാസ വ്യവസ്ഥയിൽ സുരക്ഷിതമായി മയക്കിക്കിടത്തിയ ശേഷമാണ് ശസ്ത്രക്രിയ തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള 450ഓളം വന്യമൃഗങ്ങൾക്ക് ദന്തചികിത്സ നടത്തി പരിചയസമ്പന്നനായ ഡോക്ടർ പീറ്റർ കർട്ടസ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. പീറ്റർ കർട്ടസ് 1985 സൂഡന്റ് ഇന്റർനാഷണൽ എന്ന സംഘടന സ്ഥാപിച്ച് 40 വർഷത്തിലേറെയായി വന്യമൃഗങ്ങളുടെ ദന്തചികിത്സയിൽ സജീവമാണ്. 8 സെന്റിമീറ്റർ നീളമുള്ള കോമ്പല്ലാണ് ലിറയിൽ നിന്ന് നീക്കം ചെയ്തത്. ലിറയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും മികച്ചതും ലളിതവുമായ മാർഗം പല്ലെടുത്ത് കളയുകയാണെന്ന് ഡോക്ടർ കർട്ടസ് പറഞ്ഞു. കാരണം മൃഗശാലയിലെ സാഹചര്യത്തിൽ അവൾക്ക് ഇരയെ വേട്ടയാടി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ മുകളിലെ ഒരു കോമ്പല്ലിൽ കൂടി അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് മനുഷ്യരിൽ ചെയ്യുന്നതിന് സമാനമായി റൂട്ട് കനാൽ ചികിത്സ നൽകി വൃത്തിയാക്കി ഫിൽ ചെയ്തു. ശസ്ത്രക്രിയ പൂർണ്ണ വിജയമായിരുന്നു എന്ന് ബിഗ് കാറ്റ് സാങ്ച്വറിയുടെ ക്യൂറേറ്റർ ബ്രയോണി സ്മിത്ത് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മയക്കം മാറിയ ലിറയെ വെറ്ററിനറി ടീമിന്റെ പരിചരണത്തിൽ സുരക്ഷിതമായി അവളുടെ കൂട്ടിലേക്ക് തന്നെ മാറ്റി. യുക്രൈനിലെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ഈ പെൺസിംഹത്തിന് ദ ബിഗ് കാറ്റ് സാങ്ച്വറി നൽകുന്ന പരിചരണം പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയാണ്. സ്വന്തമായി ഇര തേടേണ്ടതില്ലാത്ത ഒരു സുരക്ഷിതമായ വാസസ്ഥലത്ത് ഇനി അവൾക്ക് സുഖമായി വിശ്രമിക്കാം, സമാധാനമായി ജീവിക്കാം.